ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓണസദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് അവിയൽ. എങ്ങനെയാണ് അവിയൽ തയ്യാറാക്കിയെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവിയൽ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒടിപ്പയർ, ഉരുളൻകിഴങ്ങ്, കായ, ക്യാരറ്റ്, ചേന, കൊത്തമര, കുമ്പളങ്ങ, മുരിങ്ങക്കായ, ഇത്രയും പച്ചക്കറികൾ വെച്ചിട്ടാണ് നമ്മൾ അവിയൽ തയ്യാറാക്കുന്നത്. എല്ലാം നമ്മൾ നീളനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളിനി ഇത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വേവിക്കുമ്പോൾ നമ്മളിനി ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. കാരണം പച്ചക്കറികളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അടി പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. പച്ചടിക്കൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഇത് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ അടിച്ച് ക്രഷ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് പിന്നെ ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നാളികേരമൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ അവിയലൊക്കെ തയ്യാറാക്കുമ്പോൾ പച്ചക്കറികളൊക്കെ അധികം വേവ് ആവരുത്. കൂടുതലായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോവും. 90% പച്ചക്കറികൾ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നാളികേരത്തിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ അടിച്ചു വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നന്നായിട്ട് നമ്മൾ ചേർത്ത നാളികേരത്തിൻ്റെ ആ ഒരു മിക്സൊക്കെ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. നമ്മൾ നാളികേരത്തിൻ്റെ ആ മിക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് 2-3 ചുവന്നുള്ളി കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനത് ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിയുള്ള തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള അവിയലാണ്. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് മാത്രം ഒഴിച്ച് കൊടുത്തത്. കുറച്ചുകൂടെ കുഴമ്പായിട്ടാണ് നിങ്ങൾക്ക് അവിയൽ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വരെ തൈര് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടെ നമുക്കിതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വാഴയില വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. വാഴയിലൊക്കെ വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് നമ്മുടെ അവിയലിന് ഉണ്ടായിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ അവിയലിപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ് അവിയൽ. പച്ച വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ കറിവേപ്പിലയിലൊക്കെ കിടന്ന് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് പച്ചക്കറികളൊന്നും വെന്തുടഞ്ഞ് പോകാണ്ട് തന്നെ നമുക്ക് അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അവിയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സായിരുന്നു ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഓണം റെസിപ്പീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ചെക്ക് ചെയ്തേക്കുക. നമ്മളവിടെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ ഓണം പ്ലേലിസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.